ഈ അതിസുരക്ഷയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയാം. അതിനു മുൻപ് ഇവിടെ മട്ടൻ കറിയിൽ കഷ്ണം കിട്ടാത്തതിൻ്റെ പേരിൽ സംഘർഷം നടന്നിട്ടുള്ള ഇടമാണ് അതിസുരക്ഷാ ജയിലെന്ന് എത്ര പേർക്കറിയാം? സംഭവം നടക്കുന്നത് 2023 നവംബർ 5-നാണ്. അതിസുരക്ഷാ ജയിലിൽ ഏകാന്തവാസമാണ്, പുറത്തിറക്കില്ല, ആരെയും കാണാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും അന്ന് 25 തടവുകാർ ഒരേ സമയം സെല്ലിന് പുറത്തിറങ്ങി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനി അടക്കമുള്ള കൊടും ക്രിമിനലുകൾ ഈ ജയിലിലെ ജീവനക്കാരെ ആക്രമിച്ച ശേഷം അരമണിക്കൂറോളം അതിസുരക്ഷാ ജയിലിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുകയായിരുന്നു ഇവർ. ഓഫീസിലെ ഫർണിച്ചർ അടിച്ചു തകർത്തു. കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് തലേന്ന് വിളമ്പിയ മട്ടൻ കറിയിൽ കഷ്ണം കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിലാണത്രേ ഈ തടവുകാർ പ്രകോപിതരായതും ആക്രമണം നടത്തിയതും എന്നുമാണ് അധികൃതർ അന്ന് പറഞ്ഞത്. വിയൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് പിന്നെ അവിടെ സ്ഥിതി ശാന്തമാക്കിയത്. ഈ സംഭവം ഉണ്ടായതോടെ ഉദ്യോഗസ്ഥർ ഒരു കടുത്ത തീരുമാനമെടുത്തു. അത് മറ്റൊന്നുമല്ല, ഈ അതിസുരക്ഷാ ജയിലിൽ നിന്ന് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അതായത് സുരക്ഷ കുറഞ്ഞ ജയിലിലേക്ക് മാറ്റി. 3 വർഷമായുള്ള കൊടിസുനിയുടെ ആവശ്യമാണ് അങ്ങനെ നിറവേറ്റപ്പെട്ടത്.